ആടി പറഞ്ഞോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ടോപ്പിക് കൺജനൈറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് അല്ലെങ്കിൽ ഇൻഫന്റൈൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് ബോത്ത് പീഡിയാട്രിക് ആൻഡ് സർജറി ഷോർട്ട് നോട്ടാണ്. ഇത് പറയപ്പെടുന്നത് മോസ്റ്റ് കോമൺ സർജിക്കൽ ഡിസോർഡർ ഓഫ് ദ GI ട്രാക്ട് ഇൻ ഇൻഫൻസ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മെയിനായിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണില്ല. അതായത് ഇതില്ല, മരുന്ന് കൊടുക്കുന്നില്ല, ആകെ സർജറി മാത്രമാണ് ഇതിന്റെ മെയിനായിട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ റെഡിൽ എഴുതി കാണുന്നുണ്ടോ, ഹൈപ്പർട്രോഫി ഓഫ് മസ്കുലേച്ചർ എന്ന് എഴുതിയത്? സൂം ചെയ്യണമെങ്കിൽ നോക്കിക്കോളൂട്ടോ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈപ്പർട്രോഫി ഓഫ് മസ്കുലേച്ചർ ഓഫ് പൈലോറിക് ആൻഡ്രം എക്സ്പെഷ്യലി ദ സർക്കുലർ മസിൽ ഫൈബേഴ്സ് കോസിങ് പ്രൈമറി ഫെയിലിയർ ഓഫ് പൈലോറസ് ടു റിലാക്സ് ഡിയോർണം ഈസ് നോർമൽ. ഇത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ GI ട്രാക്ടിന് എന്തുണ്ട്, 4 ലേയേഴ്സ് ഇല്ലേ? സെറോസ, മസ്കുലാരിസ് എക്സ്റ്റേണ, പിന്നെ സബ് മ്യൂക്കോസ, മ്യൂക്കോസ. അതിൽ ഈ മസ്കുലാരിസ് എക്സ്റ്റേണയ്ക്ക് 2 ലെയർ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ ഫൈബേഴ്സും ഉണ്ട്, സർക്കുലർ മസിൽ ഫൈബേഴ്സും ഉണ്ട്. അതിൽ ഈ മസിൽ ഫൈബേഴ്സിന് എന്ത് വരിക, ആ മസ്കുലേച്ചറിന് എന്ത് വരിക, ഹൈപ്പർട്രോഫി വരുന്നതാണ് എന്ത് പറയുന്നത്, ഈ പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ കാരണം എന്താന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യും, പൈലോറിക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും. കാരണം പൈലോറസിന് എന്ത് ചെയ്യാൻ കഴിയൂല, റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഫുഡ് ഒന്നും പോവാണ്ട് എല്ലാം കൂടെ കെട്ടിക്കിടന്ന് പൈലോറിക് ഒബ്സ്ട്രക്ഷൻ ആണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ആ സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ ഫൈബേഴ്സിൽ എക്സ്പെഷ്യലി ആരാ കോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സർക്കുലർ മസിൽ ഫൈബേഴ്സ് ആണ് മെയിൻലി ഹൈപ്പർട്രോഫി വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഇൻക്രീസ്ഡ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല, മെയിൻ ആയിട്ട് ന്യൂ ബോൺസിനാണ് വരിക. അതായത് ഒരു 3 വീക്ക് 4 വീക്ക് 6 വീക്ക് അതിന്റെ ഇടയിലുള്ള ന്യൂ ബോൺസിനാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാല് ഈ ഇൻഫൻസ് അല്ലെങ്കിൽ ഈ ന്യൂ ബോണിന് ജനിച്ചതിന് ശേഷം എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, എറിത്രോമൈസിനും അസിത്രോമൈസിനും ഒക്കെ കൊടുക്കും. അപ്പൊ ഈ എറിത്രോമൈസിനും അസിത്രോമൈസിനും കൊടുക്കുന്നതിന്റെ എഫക്റ്റ് ആയിട്ടാണ് എന്ത് പറയണത്, ഈ ഫസ്റ്റ് 14 ഡേയ്സ് അതായത് ഫസ്റ്റ് 2 വീക്സിൽ ഈ അസിത്രോമൈസിനും എറിത്രോമൈസിനും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, 3rd വീക്ക് ടു 6 വീക്കിന്റെ ഉള്ളിൽ നമ്മൾ ഈ പൈലോറിക് സ്റ്റീനോസിസ് കാണപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഒരു ഇൻക്രീസ് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നിതാണ്. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന വെച്ചാൽ ഇൻക്രീസ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ദ കണ്ടീഷൻ ഇഫ് ദ ന്യൂ ബോൺ ഗെറ്റ്സ് എറിത്രോമൈസിൻ ഓർ അസിത്രോമൈസിൻ ഇൻ ഫസ്റ്റ് 14 ഡേയ്സ് ആഫ്റ്റർ ദ ബർത്ത്. ഓക്കെ. പിന്നെ അങ്ങനെ ഈ എന്താ പറയാ സർക്കുലർ മസിൽ ഫൈബേഴ്സിന് ഹൈപ്പർട്രോഫി വരുമല്ലോ. അങ്ങനെ ഈ പൈലോറിക് ആൻഡ്ര എന്താവും, ഹൈപ്പർട്രോഫിഡ് ആവും, ഭയങ്കര തിക്കൻഡ് ആയിരിക്കും. പിന്നെ അതിന്റെ ലൂമൻ ഫുൾ എന്താവും, ഈ മസിൽ ഫൈബേഴ്സ് തിക്കൻഡ് ആവുമ്പം ലൂമൻ എന്താവും, നാരോഡ് ആവും. നാരോഡ് ആൻഡ് ഇലോങ്ങേറ്റഡ് ആയിട്ട് മാറും. ഓക്കെ. ഈ പിക്കില് അപ്പോ ഈ സ്റ്റൊമക്കിന്റെ പിക്ക് കണ്ട, ഫണ്ടസ്, കാർഡിയാക്ക്, പൈലോറസ് പോർഷൻ, അതൊക്കെ നമുക്കറിയാലോ. അപ്പോ ഈ പൈലോറസിന്റെ ഈ പാർട്ടില് എന്തുണ്ട്, 2 മസിൽ ഫൈബേഴ്സ് ഉണ്ട്, സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ ഫൈബേഴ്സ് ഓഫ് ദ ലെയർ മസ്കുലാരിസ് എക്സ്റ്റേണ. അതിൽ സർക്കുലർ മസിൽ ഫൈബേഴ്സിനാണ് കൂടുതലായിട്ട് എന്ത് വരുന്നത്, ഹൈപ്പർട്രോഫി വരും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, നാരോഡ് ആവും, ലൂമൻ മൊത്തം നാരോഡ് ആവും, ഒബ്സ്ട്രക്ഷൻ വരും. അതൊക്കെയാണ് ഫീച്ചേഴ്സ്. ഹൈപ്പർട്രോഫിഡ് ആവും, ഇലോങ്ങേറ്റഡ് ആവും. ഇനി നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് പോവാണ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതില് ഫസ്റ്റ്? ഇല്ല. ഓക്കെ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇത് മെയിൻ ആയിട്ട് കാണുന്നത് മെയിൽസിലാണ്, റേഷ്യോ 4:1. ന്യൂ ബോൺസിലാണ്, മെയിൽസിലാണ് മെയിൻ ആയിട്ട് കാണുക. ഇതിന്റെ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ 4 in 1000 ബർത്ത് ആണ്. പിന്നെ ഇത് ഫെമിലിയൽ ഒക്കറൻസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ 14 ഡേയ്സിന്റെ ഉള്ളിൽ, അതായത് 2 വീക്സിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എറിത്രോമൈസിൻ അസിത്രോമൈസിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പം അത് മെയിൻ ആയിട്ട് കാണുന്നത് എപ്പോഴായിരിക്കും, ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 3rd and 6th വീക്ക്, അതായത് ആ 2 വീക്സിന് ശേഷം 3rd and 6th വീക്സ് ഓഫ് ദ ഏജ് ഓഫ് എൻ ഇൻഫന്റ്. അങ്ങനെ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, എന്ത് കോസ് ചെയ്യും, കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ കോസ് ചെയ്യും. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരിക എന്ന് വെച്ചാൽ ആ ഫുഡ് എല്ലാം കൂടെ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് എന്ത് വരും, വോമിറ്റിംഗ് അല്ലേ വരിക, റീഗർജിറ്റേഷൻ ഓഫ് ദ ഫുഡ് അല്ലേ വരിക. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ എന്തുണ്ടാവും, ഫോസിബിൾ പ്രൊജക്ടൈൽ ആയിട്ടുള്ള നോൺ ബിലിയസ് ആയിട്ടുള്ള വോമിറ്റിംഗ്. കാരണം ബിലിയസ് അല്ലല്ലോ, സ്റ്റൊമക്കിന്റെ മറ്റേ പാർട്ടിലേക്ക് കടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നോൺ ബിലിയസ് വോമിറ്റിംഗ് ആയിരിക്കും. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ്. നമുക്ക് ആ കുഞ്ഞിനെ കണ്ടാൽ തന്നെ എന്ത് കാണാൻ പറ്റും, അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് വിസിബിൾ ആയിരിക്കും, സീൻ ആയിരിക്കും ഇൻസ്പെക്ഷനിൽ തന്നെ കേട്ടോ. പിന്നെ നമ്മള് പാൽപേഷൻ,
പാൽപേഷൻ ഇതിന്റെ ആ ഡയഗ്നോസിസിൽ നമ്മൾ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് ഫസ്റ്റ് പറയുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. ക്ലിനിക്കൽ എക്സാമിനേഷൻ പറയുമ്പോൾ ഇൻസ്പെക്ഷനും പാൽപേഷനും. അപ്പൊ ഇൻസ്പെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തായിരിക്കും ഈ വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് എന്തായിരിക്കും വിസിബിൾ ആയിരിക്കും. വിസിബിൾ എന്തോ വാട്ടറോ അല്ലെങ്കിൽ ഫുഡോ കൊടുക്കുമ്പോഴേ ഇങ്ങനെ പെരിസ്റ്റാൾസിസ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അങ്ങനെ കാണും. എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോ അത് പറയുന്നത് മിൽക്ക് കൊടുക്കുമ്പോ എന്നാണ് പറയുന്നത്. ചെറിയ കുഞ്ഞു ബേബി അല്ലേ, മിൽക്ക് അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പാൽപേഷൻ അതാണ് ഇൻസ്പെക്ഷനിൽ. പിന്നെ പാൽപേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു പാൽപ്പബിൾ ലംബായിട്ട്, കാരണം ആ പൈലോറസ് പാർട്ട് മൊത്തം ഇങ്ങനെ ഹൈപ്പർട്രോഫിഡ് ആയിട്ട് കിടക്കല്ലേ, അപ്പൊ ഒരു ലംബ് പോലെ ഫീൽ ചെയ്യും. അപ്പൊ ഈ ഹൈപ്പർട്രോഫിഡ് ആയിട്ടുള്ള പൈലോറസ്, അതായത് ആ ലംബ് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ അത് ബെറ്റർ ഫെൽറ്റ് ചെയ്യുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഫെൽറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കതൊരു മൊബൈൽ സ്മൂത്ത് ഫേം ഒലീവ് ലൈക്ക് മാസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മൊബൈൽ സ്മൂത്ത് ഫേം ഒലീവ് ലൈക്ക് മാസ്. അതിന്റെ എല്ലാ ബോർഡേഴ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഫെൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടി റെസ്പയർ ചെയ്യുമ്പോഴും റെസ്പിറേഷന്റെ കൂടെ തന്നെ അതെന്തായിരിക്കും മൂവ് ചെയ്യും. അതൊക്കെയാണ് മെയിൻ. പിന്നെ നമ്മൾ പെർക്കസ് ചെയ്യുമ്പോൾ ഇമ്പയർഡ് റെസൊണൻസ് ആയിരിക്കും. അതാണ് അതിന്റെ മെയിൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. പെർക്കസ് ചെയ്യുമ്പോൾ ഓൺ പെർക്കഷൻ ഇമ്പയർഡ് റെസൊണൻസ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ ഫൈൻഡിങ്സ്. മനസ്സിലായോ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അത് നമ്മൾ ക്ലിനിക്കൽ ഫീച്ചറിൽ എഴുതിയിട്ടില്ലെങ്കിലും മറ്റേ ഡയഗ്നോസിസിൽ എഴുതിയാൽ മതി. ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയാൽ മതി. പിന്നെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടിക്ക് എന്തുണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ വരും. പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ലോസ് ഓഫ് വെയിറ്റ്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ വരും. ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പറയുന്നത് അത് രണ്ട് ഒക്കറൻസ് ഉണ്ട്. ഹൈപ്പോകലീമിക് മെറ്റബോളിക് ആൽക്കലോസിസും ഉണ്ട്, ഹൈപ്പോക്ലോറീമിക് ആൽക്കലോസിസും ഉണ്ടാവും. അത് നമ്മൾ അതിന്റെ പെത്തോഫിസിയോളജി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പെത്തോഫിസിയോളജിയുടെ ഒരു ചാർട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതൊന്നും ഇമ്പോർട്ടന്റ് ഇല്ല, കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും പറയുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ ക്ലിനിക്കൽ ഫീച്ചറിന്റെ ലാസ്റ്റ് ആണ് പറയണത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ എന്നുള്ളത്. ഹൈപ്പോകലീമിക് മെറ്റബോളിക് ആൽക്കലോസിസ് സർജറിയിൽ പറയുന്നുണ്ട്. പിന്നെ ഹൈപ്പോക്ലോറിമിക് ആൽക്കലോസിസ് പീഡിയാട്രിക്സ് ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്പെക്ഷനിൽ വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസും പിന്നെ പാൽപേറ്റ് ചെയ്യണത് ഫ്രം ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം മുതൽ അംബലിക്കസ് വരെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് പാൽപേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ലംബ്, ആ ഹൈപ്പർട്രോഫിഡ് ആയിട്ടുള്ള പൈലോറസിനെ ഫീൽ ചെയ്യാൻ പറ്റും. ഇനി പ്രിമച്വർ ആയിട്ടുള്ള ഇൻഫൻസിൽ പൈലോറിക് സ്റ്റീനോസിസ് വരികയാണെന്നുണ്ടെങ്കിൽ അവരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് കാണാൻ പറ്റും. പിന്നെ ആ മാസ് ബെറ്റർ സീൻ ആൻഡ് ഫെൽറ്റ് ആയിരിക്കും. പിന്നെ ആ കുട്ടികൾക്കാണെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചറിൽ അനോറക്സിയ കോമൺ ആയിരിക്കും. പിന്നെ വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റീഗർജിറ്റന്റ് ആയിരിക്കും. വോമിറ്റിംഗ് ഈസ് റീഗർജിറ്റന്റ്. ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. പിക്സ് ഞാൻ ലാസ്റ്റ് കാണിച്ചെന്നാ പോരെ? ഹലോ, ഓക്കെ. പിന്നെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് മാനേജ്മെന്റും. അതായത് ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ക്ലിനിക്കൽ എക്സാമിനേഷൻ, അത് ഇൻസ്പെക്ഷൻ ചെയ്താൽ, പാൽപേഷൻ ചെയ്താൽ, പെർക്കഷൻ ചെയ്താൽ. പിന്നെ നമ്മൾ ഇതിന്റെ മെയിൻ ഡയഗ്നോസ്റ്റിക് പറയുന്നത് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് അബ്ഡമൻ ആണ് പറയുന്നത്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് ഡോണറ്റ് സൈൻ ആണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, പിക്സ് കാണിച്ചു തരാം. അപ്പൊ ഡോണറ്റ് സൈൻ അൾട്രാസൗണ്ട് അബ്ഡമൻ നമ്മൾ കാണുന്നത് പൈലോറിക് സ്റ്റീനോസിസിലാണ്, മറക്കരുതേ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡോണറ്റ് സൈൻ. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് വഴി നമുക്ക് എന്തെല്ലാം ഇത് കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടുന്ന വെച്ചാൽ ആ പൈലോറസ് മസിലിന്റെ തിക്നെസ് ഉണ്ടല്ലോ, ആ തിക്നെസ് എത്രയെന്നുള്ളത് കിട്ടും. അത് നമ്മൾ നോക്കുമ്പോൾ അൾട്രാസൗണ്ട് നോക്കുമ്പോൾ മോർ ദാൻ പൈലോറിക് സ്റ്റീനോസിന്റെ കേസിലാണെങ്കിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 4 millimeter ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഈ പൈലോറസിന് എന്തുണ്ടാവും, അതിന്റെ ലൂമനൊക്കെ നേരോഡ് ആയിരിക്കും. പിന്നെ പൈലോറിക് പാർട്ട് എന്തായിരിക്കും, ഇലോങ്ങേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ, ആ ഇലോങ്ങേഷൻ, ആ ലെങ്ത് ഓഫ് ദ പൈലോറിക് കനാൽ എന്ന് പറയുന്നത് മോർ ദാൻ 14 millimeter ആയിരിക്കും. പിന്നെ അതിന്റെ ലോങ് ആക്സിസിലും പിന്നെ ഷോർട്ട് ആക്സിസ്, അതായത് ആ ഒരു കനാൽ പോലെയല്ലേ കിടക്കുന്ന പൈലോറിക് കനാൽ, അതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കല്ലേ. അപ്പൊ അതിന്റെ ആ ലോങ് ആക്സിസിൽ അതിന് കാണിക്കണ, അൾട്രാസൗണ്ടിൽ കാണിക്കുന്ന സൈൻ പറഞ്ഞ പേരാണ് സെർവിക് സൈനും. പിന്നെ ഷോർട്ട് ആക്സിസിൽ ടാർജറ്റ് സൈനും എന്നാണ് പറയുന്നത്. ആ സെർവിക് സൈന് ഞാൻ പിക്സ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബേരിയമീൽ എക്സ്റേ ആണ്. ആ ബേരിയമീൽ എക്സ്റേയിൽ എന്ത് കാണിക്കും, ഒബ്സ്ട്രക്ഷൻ കാണിക്കും. അതായത് പൈലോറസിന്റെ അവിടെ സ്റ്റീനോസ്ഡ് ആയിട്ട് കിടക്കല്ലേ, അപ്പൊ ഒരു നൂല് പോലെ ആയിരിക്കും ആ റീജിയൻ കാണിക്കുക. അതിനാണ് നമ്മൾ സ്ട്രിങ് സൈൻ എന്ന് പറയും. പിന്നെ റെയിൽ റോഡ് ട്രാക്ക് സൈൻ കാണും, ഡബിൾ ട്രാക്ക് സൈൻ അങ്ങനെ കാണും. അതൊക്കെ ഞാൻ പിക്ക് കാണിച്ചു തരാം. ഇത്രയാണ് ഡയഗ്നോസ്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇത് ഈ സൈൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡോണറ്റ് സൈനും പിന്നെ മറ്റേ ബേരിയമീലിന്റെ സ്ട്രിങ് സൈൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റേ സെർവിക് സൈനും ടാർജറ്റ് സൈനും അത്ര ഇമ്പോർട്ടന്റ് ഇല്ല.
മറ്റേ സ്ട്രിങ് സൈൻ, റെയിൽ റോഡ് ട്രാക്ക് സൈൻ, ഡബിൾ ട്രാക്ക് സൈൻ അത് വേണം ബേരിയം മീലിന്റെ. പിന്നെ ബേരിയം ഫോളോ ത്രൂ അത് നമ്മൾ ചെയ്യൂല കേട്ടോ. അവിടെ ബേരിയം മീൽ എക്സ്റേ കേട്ടോ, അത് മറക്കരുത്. ഫോളോ ത്രൂ എഴുതരുത്, തെറ്റാണ്. പിന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ഞാൻ പറഞ്ഞു, ഇതിൽ മെയിൻ ആയിട്ട് കാണുന്ന എന്താണ്, നോൺ വില്ലിയസ് വോമിറ്റിംഗ് ആണ്. പക്ഷേ വില്ലിയസ് വോമിറ്റിംഗ് വരുന്ന കേസസ്, അതായത് ഡിയോഡനൽ അട്രീഷ്യ, അത് ഇതിന്റെ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആണ്, ഡിയോഡനൽ അട്രീഷ്യ. പിന്നെ ഹൈ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻസ്, അതിന് ഒരു എക്സാമ്പിൾ ആണ് എന്ത്, വോൾവുലസ് നിയോനെറ്റോറം എന്ന് പറയുന്നത്. ഹൈ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷന് ഒരു എക്സാമ്പിൾ ആണ് വോൾവുലസ് നിയോനെറ്റോറം, അത് ഇതിന്റെ ഒരു DD ആണ്. പിന്നെ ഇൻട്രാക്രേനിയൽ ഹെമറേജ്, അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇൻട്രാക്രേനിയൽ ഹെമറേജ് അതൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആണ്. അപ്പൊ ഇത് മൂന്നാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസ്: ഡിയോഡനൽ അട്രീഷ്യ, ഹൈ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻസ് ലൈക്ക് വോൾവുലസ് നിയോനെറ്റോറം, ഇൻട്രാക്രേനിയൽ ഹെമറേജ്. പിന്നെ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, മെയിൻ ആയിട്ട് ഇതിന് എന്തില്ല, മെഡിക്കൽ ട്രീറ്റ്മെന്റ് അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം അതിന്റെ ക്യൂറേറ്റീവ് ഇത് ഒട്ടും ഗ്യാരണ്ടീഡ് അല്ല. നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, സർജിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അഥവാ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കുന്ന 2 ഡ്രഗ്സ് പേര് ഓർത്ത് വെച്ചോളൂ, ചോദിക്കൊന്നുമില്ല. അട്രോപ്പിനും മീഥൈൽ നൈട്രേറ്റും. അട്രോപ്പിനും മീഥൈൽ നൈട്രേറ്റും അത് നമ്മൾ ഓറലി ആയിട്ട് കൊടുക്കുന്ന കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ ഈ അട്രോപ്പിനും മീഥൈൽ നൈട്രേറ്റ് ഒക്കെ എന്ത് ചെയ്യും, പൈലോറസ് മസിലിനെ റിലാക്സ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. അതുകൊണ്ട് വെറുതെ ഡ്രഗ് ഓഫ് ചോയ്സ് വേണമെങ്കിൽ അട്രോപ്പിൻ ആൻഡ് മീഥൈൽ നൈട്രേറ്റ് എന്ന് കൊടുക്കുക. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റിൽ എഴുതേണ്ടത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഫ്ലൂയിഡും ഇതൊക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്യാം. ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് സർജറി ആണ്. ഈ സർജറിന്റെ പേരാണ് റാംസ്റ്റഡ്സ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റാംസ്റ്റഡ്സ് പൈലറോ മയോട്ടമി എന്ന് പറയും. റാംസ്റ്റഡ്സ് പൈലോറോ മയോട്ടമി. ഇപ്പം ഇതിനെ പറയുന്ന പേര് ലാപ്രോസ്കോപ്പിക് പൈലോറോ മയോട്ടമി എന്നാണ് കേട്ടോ. ഒന്നുമില്ല, ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മള് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ഏത് ലെയർ ഉണ്ടാവുക, മറ്റേ ഇതല്ലേ സെറോസ, അങ്ങനെയല്ലേ വരാ, സെറോസ മസ്കുലാരിസ് എക്സ്റ്റേണ, സബ് മ്യൂക്കോസ, മ്യൂക്കോസ അങ്ങനെയല്ലേ വരുന്നത്. അതിൽ ആദ്യം നമ്മൾ സെറോസ ഓപ്പറേറ്റ് ചെയ്യും, പിന്നെ മസ്കുലാരിസ് എക്സ്റ്റേണ ഓപ്പറേറ്റ് ചെയ്യും. ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഈ മസ്കുലാരിസ് എക്സ്റ്റേണ എടുത്ത് നമ്മൾ കളയാണ്. ആ ബൾജ് ഔട്ട് ചെയ്ത് കിടക്കുന്ന പാർട്ട് ഉണ്ടാവില്ല, ആ തിക്കൻഡ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് ഹൈപ്പർട്രോഫിഡ് ആയിട്ടുള്ള ആ മസിലിന്റെ ആ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഹോൾ ലെങ്ത് എടുത്ത് കളയാണ് ചെയ്യുക. പക്ഷെ ഇതിന്റെ മ്യൂക്കോസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഓപ്പൺ ചെയ്യത്തില്ല ഇതിൽ. അതുകൊണ്ട് ഈ മ്യൂക്കോസ ഇഞ്ചേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം. പിന്നെ അത് നമ്മൾ സ്യൂച്ചർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ സ്യൂച്ചർ ആണ്, യൂസിങ് മറ്റേ സിൽക്ക് സ്യൂച്ചറോ വിക്രയിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്യൂച്ചർ ആണ്, അതൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റാംസ്റ്റഡ്സ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റാംസ്റ്റഡ്സ് പൈലറോ മയോട്ടമി. ഇപ്പം പറയുന്ന പേരാണ് ഇപ്പൊ ലാപ്രോസ്കോപ്പിക് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ നെയിം ലാപ്രോസ്കോപ്പിക് പൈലറോ മയോട്ടമി എന്നാണ്. പിന്നെ ഇപ്പൊ നമ്മൾ എൻഡോസ്കോപ്പിക്കും ചെയ്യുന്നുണ്ട്, എൻഡോസ്കോപ്പിക് പൈലറോ മയോട്ടമി എന്ന് പറഞ്ഞ പേരുണ്ട്. പിന്നെ ഏറ്റവും ലീസ്റ്റ്, അതായത് ഇപ്പൊ അങ്ങനെ ചെയ്യില്ല കാരണം ഇതിന് റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട്, അതായത് ബലൂൺ ഡയലറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ്, അതിപ്പോ ചെയ്യണില്ല കേട്ടോ, പക്ഷെ വെറുതെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എന്ത് ട്രീറ്റ്മെന്റ് പറയുന്നത്, മാനേജ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. പിന്നെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാല്, ഒന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പൈറക്സിയ, ജസ്റ്റ് എന്തുണ്ടാവും, ഒരു ഫീവർ, ടെമ്പറേച്ചർ കൂടും ആൾക്ക്, ഹൈപ്പർതെർമിയ ഉണ്ടാവും. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ വരും. ഇതാണ് കോംപ്ലിക്കേഷൻ ഓഫ് സർജറി. ഇത്രയേ ഉള്ളൂ കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ് പൈറക്സിയ അല്ലെങ്കിൽ ഹൈപ്പർതെർമിയ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞത്? ഞാൻ പിക്ചേഴ്സ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പിക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടോ അജ്മി, കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇത് ജസ്റ്റ് നമ്മളെ സ്റ്റൊമക്കിന്റെ ഒരു മൊത്തം എന്താ അറിയാൻ വേണ്ടി ഞാൻ വെറുതെ കൊടുത്താട്ടോ. ലെസർ കർവേച്ചർ, ഗ്രേറ്റർ കർവേച്ചർ, ഈസോഫാഗസ് 3 റീജിയൻ, ഫണ്ടസ്, കാർഡിയാക്ക്, പൈലോറസ്, അതിൽ പൈലോറിക് സ്ഫിങ്ക്ചർ, പൈലോറിക് ആൻഡ്രം ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ പൈലോറിക് ആൻഡ്രത്തിന്റെ അവിടെയാണ് എന്തായിട്ട് മെയിൻ വരുന്നത്, ഈ ഹൈപ്പർട്രോഫി വരുന്നത്. അതാ ഇതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള നമ്മളെ സ്റ്റൊമക്ക്, പൈലോറസ് എന്ത് ചെയ്യും, പൈലോറിക് ആൻഡ്രം എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും, ഫുഡ് ലെറ്റ് ഔട്ട് ചെയ്യും സ്റ്റൊമക്കിൽ നിന്ന് എങ്ങോട്ട്, ഡിയോഡനത്തിലേക്ക്. പക്ഷെ മറ്റേത് ഈ പൈലോറിക് സ്റ്റീനോസിസ് വന്ന പിക്കാണ്. അതിൽ തിക്കൻഡ് മസിൽ ഫൈബേഴ്സ് കണ്ടോ, ഇങ്ങനെ തിക്കൻഡ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുക. അപ്പൊ അതെന്ത് ചെയ്യും, സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ കഴിയൂല, നമ്മളെ ഡിയോഡനത്തിലേക്ക്.
അവിടെ ഹൈപ്പർട്രോഫി വന്നതുകൊണ്ട് അപ്പൊ ഒബ്സ്ട്രക്ഷൻ വരും. അപ്പൊ ഈ vomiting, ഡിയോഡിനത്തിന്റെ ആ താഴോട്ടല്ലേ ഈ സെക്കൻഡ് പാർട്ടിലോട്ട് എങ്ങാണ്ടല്ലേ മറ്റേ ഇത് ഹെപ്പാറ്റിക് ഡക്റ്റ് ഒക്കെ ഓപ്പൺ അതുകൊണ്ടാണ് അത് നോൺ ബിലിയസ് ആവണത്. വോമിറ്റിംഗ് ഇതൊക്കെ സെയിം തന്നെ, നോർമൽ അനാട്ടമിയും പിന്നെ പൈലോറിക് സ്റ്റീനോസിസും ആണ് കാണിക്കുന്നത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ പത്തോഫിസിയോളജി. ഞാൻ പറഞ്ഞില്ലേ 2 ഫീച്ചേഴ്സ്, ഒന്ന് ഹൈപ്പോകലീമിക് മെറ്റബോളിക് ആൽക്കലോസിസും ഒന്ന് ഹൈപ്പോക്ലോറമിക് മെറ്റബോളിക് ആൽക്കലോസിസും. അത് വരാനുള്ള കാരണം ഇതാണ് പറയണത്. ഇതെന്താ പറയണത് എനിക്ക് ശരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഈ പിക്ക് ഞാൻ അതിലിട്ടത് ടെക്സ്റ്റിലൊന്നും ഇല്ല കേട്ടോ, പത്തോഫിസിയോളജി വേണ്ട, ടെക്സ്റ്റിലില്ല, പീഡിയാട്രിക്സിലും പറയുന്നില്ല, സർജറിയിലും പറയുന്നില്ല. പിന്നെ ഞാൻ ആ 2 സംഭവം വരുന്നത് ഈ പത്തോഫിസിയോളജി കാരണമാണ്. പിന്നെ നമ്മൾ ഡയഗ്നോസിസിൽ പറഞ്ഞില്ലേ, അൾട്രാസൗണ്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് ഡോണറ്റ് സൈനാ പറഞ്ഞില്ലേ. ഈ ഡോണറ്റ് സൈൻ ആണത്. അൾട്രാസൗണ്ട് വേറെ ഒരു സ്ഥലത്തും ഡോണറ്റ് സൈൻ വരും, നമ്മൾ ഐഷ പഠിപ്പിച്ച ഇൻഡുസെപ്ഷൻ. പിന്നെ അതുപോലെ ടാർജറ്റ്, നീ ടാർജറ്റ് സൈനും പറഞ്ഞായിരുന്നല്ലോ, അതിന്റെ അകത്തും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഇതിന്റെ അകത്തും ഉണ്ട് അത് ടാർജറ്റ് സൈനും സെർവിക്സ് സൈനും വരുന്നത് അതിന്റെ ലോങ് ആക്സ് ഷോർട്ട് ആക്സ് അങ്ങനെയാണ്. അത് ഞാൻ വേറെ പിക്സിൽ കാണിച്ചു തരാം. പിന്നെ ഇത് ട്രീറ്റ്മെന്റ് ആ സർജറിക്ക് ശേഷമുള്ളത് പറയാണ്. ഈ എന്താ മുകൾ ഭാഗമല്ലേ അതങ്ങ് എന്ത് ചെയ്യും, ഇത് കണ്ടോ ഈ പിക്കില് ഈ തിക്കൻഡ് ആയിട്ടുള്ള പോർഷനിൽ ആ മുകൾ ഭാഗമാണ് എടുത്ത് കളയുന്നത്. ഈ പിക്കില് കണ്ടോ ആഫ്റ്റർ സർജറി ജസ്റ്റ് ആ മുകൾ ഭാഗം അങ്ങ് എടുത്ത് കളയാണ് ചെയ്യണം. സിമ്പിൾ ആണ് ഇത്. കുട്ടിയുടെ മറ്റേ നമ്മൾ പറഞ്ഞില്ലേ ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ്. അതിന്റെ ഡയറക്ഷനും പറയണേ, ലെഫ്റ്റ് ടു റൈറ്റ്. അതാ ലെഫ്റ്റ് ടു റൈറ്റ് ഞാൻ പറഞ്ഞു, ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം തൊട്ട് അംബലിക്കസ് വരെ. പിന്നെ ഇതില് അത് പറയാണ് അൾട്രാസൗണ്ട് ആണ് കേട്ടോ. അത് USG ഞാൻ പറഞ്ഞില്ലേ, USG ചെയ്യുമ്പോൾ മസിൽ തിക്നെസ് എത്ര മോർ ദാൻ 4 millimeter പറഞ്ഞില്ലേ. മസിൽ തിക്നെസ് മോർ ദാൻ 4 millimeter, അതിന്റെ ആ പൈലോറിക് കനാലിന്റെ ലെങ്ത് ആണ് ഈ കാണിക്കുന്നത്. ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 14 millimeter, അതായത് 2.38 centimeter, അതൊക്കെയാണ് പറയണത്. അപ്പോ ഇതിലാണ് ഞാൻ പറഞ്ഞത് അതിന്റെ സെർവിക്സ് സൈൻ ഓൺ ലോങ് ആക്സിസും ഷോർട്ട് ആക്സിസിൽ ടാർജറ്റ് സൈൻ എന്നാണ് പറയണത്. ഇത് കണ്ടോ, ഇങ്ങനെയുള്ളതാണ് ഒരു സെർവിക്സ് പോലെ അല്ലേ ആ സെർവിക്സിന്റെ, മനസ്സിലായോ, തോന്നുന്നുണ്ടോ? ഹലോ, അതാണ് സെർവിക്സ് സൈൻ ആണ് ഓൺ ലോങ് ആക്സിസ്. പിന്നെ ഷോർട്ട് ആക്സിസിൽ എന്തോ ടാർജറ്റ് സൈൻ, അത് എന്താണാവോ, അത് ഞാൻ ഇതിൽ നോക്കിയിട്ട് കിട്ടിയില്ല. ഇത് ഡോണറ്റ് സൈൻ ആണ് കേട്ടോ. കണ്ടോ ഡോണറ്റ് സൈൻ, ഡോണറ്റ് സൈൻ ആണ് കാണിക്കുന്നത്. ഇതാ സെർവിക്സ് സൈൻ ആണ് പറയണത്. കണ്ടോ അങ്ങനെ സെർവിക്സ് സൈൻ ആണ് പറയണത്. ഇതും അതന്നെ, ലോങ് ആക്സിസ് സെർവിക്സ് സൈനും മറ്റേ ഷോർട്ട് ആക്സിൽ ടാർജറ്റ് സൈൻ. പിന്നെ ഇത് മറ്റേ ബേരിയം മീലിന്റെ സ്ട്രിങ് സൈൻ പറഞ്ഞില്ലേ. കണ്ടോ സ്ട്രിങ് പോലെ ഇരിക്കണ സ്ട്രിങ് സൈൻ. വേറെ പിക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഡബിൾ ട്രാക്കും ഇവിടെ ഒരു പറയുന്നു, ഡബിൾ ട്രാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടോ ഇവിടെ ഈ ഏരോ ഇട്ടത് കണ്ടോ ഇതില് സ്ട്രിങ് സൈൻ. ഇത് ഇത്രയും ഇങ്ങനെ സ്റ്റൊമക്ക് ഇത് വന്നിട്ട് നമ്മൾ ബേരിയമീൽ ചെയ്യുമ്പോൾ ഇവിടൊക്കെ ഫുള്ള് എന്ത് ചെയ്യും, അത് വന്ന് കവർ ചെയ്യും. ഇത്രയും ഭാഗത്ത് ഇങ്ങനെ സ്ട്രിങ് പോലെ. കണ്ടോ സ്ട്രിങ് പോലെ, മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായി. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ, സ്ട്രിങ് സൈൻ ആണ്. ഇതാണ് ഡബിൾ ട്രാക്ക് സൈൻ. ഡബിൾ ട്രാക്ക് അല്ല, മറ്റേ റെയിൽ റോഡ് ഇല്ലേ, നമ്മളെ ട്രെയിന് പോണേ
അതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ കണ്ടോ? ഇത് ഷോർട്ട് ആയിട്ട് Railroad. ചോദിക്കുമ്പോ എന്ത് IHPS CHPS എന്ന്. അതായി എനിക്കറിയില്ല ആരെ. റെയിൽ റോഡ് സൈൻ ഇത് കണ്ടോ? റെയിൽ റോഡ് സൈൻ അത് കാണിക്കാം. നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, തിക്കൻഡ് ആയിട്ടുള്ളത് ഉണ്ടോ? ഓക്കെ, ഇതൊക്കെ തന്നെ സെയിം തന്നെ. ഇതിൽ കാണിക്കേണ്ടതാണ് ഡബിൾ ട്രാക്ക് സൈൻ. ഞാൻ ബേരിയമീനിൽ 3 സൈൻസ് അല്ലേ പറഞ്ഞത്. ഫസ്റ്റ് സ്ട്രിങ് സൈൻ എന്ന് പറഞ്ഞ അത് ഇങ്ങനെ 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 നേരോടായിട്ട് ഇരിക്കണത്. പിന്നെ റെയിൽ റോഡ് ട്രാക്ക് ഇങ്ങനെ 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 നമ്മളെ റെയിലിന്റെ പോലെ ഇരിക്കുന്നത്. പിന്നെ ഈ ഡബിൾ ട്രാക്ക് ഇത് കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ട്രാക്ക് ഇങ്ങനെ പോണുണ്ടോ? ഇങ്ങനെ 3 എണ്ണം കണ്ടോ? അത് ഡബിൾ ട്രാക്ക് സൈൻ. ഈ പിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ? ഇല്ല. ഓക്കെ, കഴിഞ്ഞു.